ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ഷോ പീസാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കുക. അതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് വേഗം നോട്ടിഫിക്കേഷൻ കിട്ടുകയും ചെയ്യും, നിങ്ങൾക്കത് കാണാനായിട്ടും പറ്റും. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മേരി ബോയ് ഐസ്ക്രീമിൻ്റെ കപ്പാണ് വേണ്ടത്. ഇങ്ങനത്തെ 2 എണ്ണം വേണം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ മിനറൽ വാട്ടർ ബോട്ടിലിൻ്റെ കാലിയായിട്ടുള്ള ഒരു ബോട്ടിലാണ് വേണ്ടത്. ഇതിൻ്റെ വലിയൊരു ഭാഗം വേണം, 3 എണ്ണമായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്, വലിയൊരു ഭാഗം വേണം. പിന്നെ ഇതുപോലെ തന്നെ ഈ ഒരു കഴുത്ത് ഭാഗം വേണം. അതിൻ്റെ ഈ ഒരു സൈഡ് ഞാൻ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ഹാഫ് പോർഷൻ ഞാൻ ഇതുപോലെ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് ഇതുപോലെ അങ്ങനെ വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനതിന് അങ്ങനെ കട്ട് ചെയ്തിട്ടുള്ളത്, നേരെ വണ്ണം നിൽക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കേക്കിൻ്റെ ഒക്കെ അല്ലേ, കേക്കിൻ്റെ അടിഭാഗത്ത് ഉള്ള ആ ഒരു ചട്ട പോലെയുള്ള ഒരു സംഭവം അല്ലേ, അതാണ് പിന്നെ വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ കാർഡ്ബോർഡ് എടുക്കുക ചെയ്യാം കേട്ടോ. ഞാൻ അങ്ങനത്തെ ചട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ഇതുപോലെ ടിഷ്യൂ പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ വാട്ടറും അതുപോലെ തന്നെ ഗമ്മും മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും ഞാനിതിൽ അപ്ലൈ ചെയ്യണം. അതായത് ഈ നമ്മുടെ മേരി ബോയ് ഐസ്ക്രീമിൻ്റെ ഇതിലും പിന്നെ അതുപോലെ തന്നെ കേക്കിൻ്റെ പിന്നെ മിനറൽ വാട്ടർ ബോട്ടിലിൻ്റെ അതിലൊക്കെ ഞാൻ ഇതുപോലെ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ടിഷ്യൂ പേപ്പർ നമ്മുടെ വാട്ടറും ഗമ്മും കൂടി മിക്സ് ചെയ്തത് ഇതുപോലെ അങ്ങനെ ബ്രഷിൽ തേച്ച് ഇങ്ങനെ പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിത് മൂന്നും ഇതുപോലെ നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഉണങ്ങിയിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇതുപോലെ ഇങ്ങനെ ആയിരിക്കും നമ്മൾ ഒട്ടിച്ച് കഴിയുമ്പോൾ. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലത്തെ സെറ വാൾപുട്ടിയാണ് വേണ്ടത്. വാൾപുട്ടി നമ്മൾ കുറച്ച് എടുക്കുക. പിന്നെ നമ്മൾ കുറച്ച് ഗമ്മും കൂടി ആഡ് ചെയ്യുക. എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. അതിന് ശേഷം നമ്മൾ കുറച്ച് വാട്ടറും കൂടി ആഡ് ചെയ്യുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അധികം വാട്ടർ ആയി പോകരുത്, കുറച്ചൊരു തിക്ക് കൺസിസ്റ്റൻസി തന്നെ വേണം നമ്മൾ മിക്സ് ചെയ്യാൻ. അതായത് മിക്സ് ചെയ്ത് വരുമ്പോൾ കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. നന്നായിട്ട് വെള്ളം ഒഴിച്ചാൽ നമ്മൾ ലൂസായിട്ട് ഇരിക്കരുത്, കുറച്ച് തിക്കായിട്ട് തന്നെ ഇരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പൊടിയൊക്കെ നമ്മുടെ വാൾപുട്ടി ഇട്ട് കൊടുത്തിട്ട് കുറച്ചിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് തിക്കാക്കുക. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ഈ ഒരു വലിയ പോർഷൻ നമ്മൾ ഇതുപോലെ ആക്കിയെടുത്തില്ലേ, ഇതിൽ നമ്മൾ ഈ വാൾപുട്ടി നമ്മൾ അടിക്കുകയാണ് ചെയ്യുന്നത്. വാഴപ്പൊടി ഗമ്മും മിക്സ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ കോട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അത് ഉണക്കി ഞാൻ ഇതുപോലെ ഒരു കമ്പ് എടുത്തിട്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ എന്താ ബ്ലേഡ് വെച്ചിട്ട് ഇങ്ങനെ വരഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു പകുതി ഡ്രൈ ആകുമ്പോൾ. എന്നിട്ട് ഇതുപോലെയാണ് നമ്മൾ വെക്കേണ്ടത്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ക്ലേ ആണ്. ക്ലേ ഞാൻ ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് കൈകൊണ്ട് തന്നെ ഇങ്ങനെ പരത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒന്ന് ജസ്റ്റ് പരത്തി എടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഒരു ഐസ്ക്രീമിൻ്റെ കപ്പിൻ്റെ മുകളിൽ ഇതുപോലെ ഇങ്ങനെ ഒരു ഞൊറി ഇടിയില്ലേ നമ്മൾ ഇങ്ങനെ പ്ലീറ്റൊക്കെ അതുപോലെ ഇങ്ങനെ വെച്ച് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഗമ്മൊന്നും ആഡ് ചെയ്യുന്നില്ല. ഗമ്മ് നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഗമ്മ ആദ്യം നമ്മളിതിൽ പേസ്റ്റ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഇങ്ങനെ ക്ലേ ഒട്ടിച്ചാലും മതിയിട്ട് പെട്ടെന്ന്. ഇതെനിക്ക് ആവശ്യമില്ലാന്ന് തോന്നുന്നതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. പിന്നെ ഞാൻ വീണ്ടും ഗമ്മ എടുത്തിട്ടുണ്ട്. ഗമ്മ എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിട്ട് മറ്റേതിൻ്റെ 2 ഭാഗത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. അത് ഗമ്മ യൂസ് ചെയ്തോളൂ കേട്ടോ, ചിലപ്പോൾ നിൽക്കാനുള്ള ഒരു ചാൻസ് ഇല്ല, അതുകൊണ്ട് നിങ്ങൾ ഇതുപോലെ ഗമ്മ വയ്ക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് ഇങ്ങനെ മേൽഭാഗത്ത് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതായത് ഒന്ന് സ്ത്രീയും ഒന്ന് പുരുഷനുമാണ്. അപ്പോൾ ഞാൻ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതിന് 2 പേർക്കും മാലയാണ് വെക്കുന്നത്. നിങ്ങൾക്കിത് ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ചെയ്യുക കേട്ടോ.
ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് കൊടുത്താൽ മതി. ഒന്നായിട്ട് ബ്ലാക്ക് മറയും വേണ്ട, ജസ്റ്റ് കൊടുത്താൽ മതി. പിന്നെ ഇതുപോലെ ഞാൻ തൂവൽ കൊണ്ട് ഇതുപോലെ ഇങ്ങനെ കിരീടം ഉണ്ടാക്കിയിട്ടുണ്ട്. 2 പേർക്കും കിരീടം ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം.